സിയം വലിയുള്ളായി താമസിക്കുന്ന വാതിലിങ്ങനെ ചെറുതായിട്ട് അടച്ചിട്ടുണ്ട്. മെല്ലെ ഇങ്ങനെ തുറന്നപ്പോ സിയം വലിയുള്ള ഇങ്ങനെ കിടക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും. സലാം പറഞ്ഞപ്പോ വഅലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി. അടുത്തത് ആൺകുട്ടി പോവാം. എത്ര അത്ഭുതങ്ങൾ, എത്ര കറാമത്തുകൾ. എന്റെ എന്റെ അടുത്ത് ഒരു ഉസ്താദിന്റെ പേര് പറയുന്നില്ലേ, ആ ഉസ്താദിന് 5 പെൺകുട്ടികളുണ്ടായി. ആറാമത്തൊരു കുട്ടി ആൺകുട്ടി ആവണം എന്ന് കരുതിയിട്ട് മഹാനായ ഷെയ്ഖ് യൂസുഫുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തട്ടെ. ഈ ഉസ്താദിന്റെ ഉപ്പയും യൂസുഫ് ജീലാനി തങ്ങളും വലിയ ബന്ധമാണ്. അതുകൊണ്ട് തന്നെ യൂസുഫ് ജീലാനി തങ്ങളെ അടുത്ത് വന്നിട്ട് എനിക്കൊരു ആൺകുട്ടി വേണം എന്ന് പറഞ്ഞപ്പോ ജീലാനി തങ്ങൾ പറഞ്ഞു, അത് നമുക്ക് സിഎമ്മിനോട് പറയാം, വരൂ. അങ്ങനെ ആ ഉസ്താദിനും കൂട്ടിയിട്ട് സിഎം വലിയുള്ളായി താമസിക്കുന്ന വാതിലിങ്ങനെ ചെറുതായിട്ട് അടച്ചിട്ടുണ്ട്. മെല്ലെ ഇങ്ങനെ തുറന്നപ്പോ സിഎം വലിയുള്ള ഇങ്ങനെ കിടക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും. സലാം പറഞ്ഞപ്പോ വഅലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി. അടുത്തത് ആൺകുട്ടി പോവാം. വിഷയൊന്നും അങ്ങോട്ട് പറഞ്ഞിട്ടില്ല. വഖഫ്തു അലാ ബാബിൽ ഹബീബി മുസല്ലിമാ ഫഅബ്ദാ മുറാദി ഖബല അൻ യതകല്ലമാ. സംസാരിക്കുന്നതിന് മുമ്പ് ഒരു സലാം പറഞ്ഞപ്പോഴേക്കും വഅലൈക്കും അസ്സലാം, അടുത്തത് ആൺകുട്ടി. ഞാൻ ഇവിടെ സിഎം സെന്ററിൽ ജോലി ചെയ്യുന്ന കാലത്ത് കാസർകോട്ടിലെ പെരുമുത എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു വഅദിന് പോയി. അവിടുന്ന് ഒരു ഉസ്താദ് എന്നോട് പറഞ്ഞു, അന്ന് നമ്മൾ സിഎം വലിയുള്ളാന്റെ കറാമത്ത് ഇങ്ങനെ പല സ്ഥലത്തും പറയും, അങ്ങനെ കറാമത്തൊക്കെ പറഞ്ഞ് വഅദ് കഴിഞ്ഞ് അവസാനിച്ചപ്പോൾ ഒരു ഉസ്താദ് എന്നോട് പറഞ്ഞു, എനിക്കൊരു അനുഭവം പറയാനുണ്ട്. എന്താ അനുഭവം? 8 വർഷമായി കുട്ടികളില്ലാതെ വിഷമിക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ സന്താന സൗഭാഗ്യമില്ലാതെ ഡോക്ടർമാർ മുഴുവൻ എന്നെ കനിയൊഴിച്ചു. അവസാനം സിഎം വലിയുള്ള എന്നൊരു മഹാൻ കോഴിക്കോട് ജീവിച്ചിരിപ്പുണ്ട് എന്ന് ആരോ പറഞ്ഞു കേട്ടു. ഞാൻ കോഴിക്കോട്ടേക്ക് ബസ് കയറി സിഎം വലിയുള്ളായി താമസിക്കുന്ന ആ വീടിന്റെ അരികെ ഒരു ഓട്ടോറിക്ഷയുമായി എത്തിയപ്പോ വൈകുന്നേര സമയമായിരിക്കുന്നു. ആയിരക്കണക്കിന് ജനങ്ങൾ അവിടെ കാത്തു നിൽക്കുകയാണ്. അപ്പൊ എന്തായാലും ഇന്ന് ഇവിടുന്ന് പോകാൻ കഴിയില്ല എന്ന് കരുതിയിട്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ച് കോഴിക്കോട് റൂം എടുത്ത് താമസിച്ചു. അതിരാവിലെ സുബഹിക്ക് ഷെയ്ഖ് സിഎം വലിയുള്ളാഹിയുടെ അരികെ ചെന്നു. ഈ പറഞ്ഞതുപോലെ തന്നെ സലാം പറഞ്ഞിട്ടേ ഉള്ളൂ, നിങ്ങൾക്ക് കുട്ടികളുണ്ട് പോവാ. സലാം പറഞ്ഞിട്ടേ ഉള്ളൂ, കുട്ടികളുണ്ട് പോവാ. അങ്ങനെ ഞാൻ തിരിച്ചു വന്നു. എൻ്റെ ഭാര്യ ഗർഭിണിയായി പ്രസവിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട് ചോദിച്ചു. 10 കുട്ടികളുണ്ട് എന്ന് പറഞ്ഞു. എന്നാ ഞാൻ നിർത്തി കിട്ടാൻ ഞാൻ അവിടെ തന്നെ പോണ്ടി വരുമോ എന്ന് ഞാൻ വെറുതെ ഒരു തമാശക്ക് അദ്ദേഹത്തോട് പറഞ്ഞു. ഇങ്ങനെ എത്ര സംഭവങ്ങൾ, അത്ഭുതമല്ലേ? ഒരാളോ 2 ആളോ 3 ആളോ പറഞ്ഞ കാര്യമാണെങ്കിൽ നമുക്ക് നിഷേധിക്കാമായിരുന്നു. ഇത് മഷ്ഹൂറും മഅറൂഫുമായ സംഭവമല്ലേ? ഇത് ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? അനുഭവങ്ങൾ ആർക്കും നിഷേധിക്കാൻ പറ്റില്ല.